അപ്പോൾ ഇന്നലെ നിർത്തിയെടുത്ത് തുടങ്ങാം. ഇന്ന് മുതൽ ബാക്ക് ടു വർക്കാണ്. ഷെഡ്യൂൾ ഇച്ചിരി ബിസി ആയിരിക്കും. സോ രാവിലെ പതിവിൽ നേരത്തെ എഴുന്നേറ്റ് പെട്ടെന്ന് റെഡിയായേ. ഒരു മാസത്തോളമായിട്ട് ഞാൻ പൂട്ടി വെച്ചേക്കുന്ന എൻ്റെ ആയുധങ്ങളെല്ലാം എടുത്ത് പാക്ക് ചെയ്തു. ലാപ്ടോപ്പ്, ബുക്ക്, പെൻസ്, ഐപാഡ്, കണ്ണാടി, പിന്നെ അതേ ടിക്കറ്റ്സും. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും പാക്ക് ചെയ്തിട്ടുണ്ട്. വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 250 മീറ്റേഴ്സ് നടന്ന ബസ് സ്റ്റോപ്പായി. അപ്പോൾ ആദ്യം ബസ്സിൽ കയറിയിട്ട് ഒരു 15 മിനിറ്റ്സിൽ മെട്രോ സ്റ്റേഷനിലെത്തി. ബസ് സ്റ്റേഷനും മെട്രോ സ്റ്റേഷനും കണക്റ്റഡ് ആണ് ഇതുപോലെ. അപ്പോൾ ഈസി ടു ആക്സസ് ആണ്. എനിക്ക് പോവേണ്ട ലൈന് L1. ഇറ്റ്സ് എ റെഡ് ലൈൻ. ഇതേ നമ്മുടെ മെട്രോ വരുന്നുണ്ട് കേട്ടോ. വലിയ തിരക്കില്ല. വെക്കേഷൻ ആയത് പിന്നെ ഞാൻ ഈ അനൗൺസ്മെന്റ് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. പ്രോക്സിമ എസ്താസിയോ ക്ലോട്ട് എന്നുവെച്ചാൽ അടുത്ത സ്റ്റേഷൻ ക്ലോട്ട് ആണെന്ന്. ഇതാണ് എൻ്റെ യൂണിവേഴ്സിറ്റി ഓഫ് പോംപോ ഫാബ്ര. 1800കളിൽ ഇതൊരു കോട്ടൺ ഫാക്ടറി ആയിരുന്നു. പിന്നീട് അത് യൂണിവേഴ്സിറ്റി ആക്കി കൺവേർട്ട് ചെയ്തതാണ്. ഇത് ഒരു ബിൽഡിംഗ് ആണ് കേട്ടോ. ദർ ആർ മൾട്ടിപ്പിൾ ബിൽഡിംഗ്. അപ്പൊ ഇതിന്റെ ആർക്കിടെക്ചർ ഒരു ബ്രിട്ടീഷ് കാത്തലാൻ കോമ്പിനേഷൻ ആണ്. കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എന്താ ചെയ്യണമെന്ന്. അപ്പൊ അതിനുള്ള ഉത്തരം. സോ ബേസിക്കലി ഞാനൊരു കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയർ ആണ് വിത്ത് എ PhD ഇൻ കമ്പ്യൂട്ടർ വിഷൻ. എന്ന് വെച്ചാൽ കണ്ടാ പറയില്ലേലും പേരിന്റെ തുടക്കത്തിൽ ഒരു ഡോക്ടർ ഉണ്ട്. ആഫ്റ്റർ PhD എൻ്റെ പോസ്റ്റ് ഡോക് റിസർച്ചിനായിട്ടാണ് ഞാൻ ബാഴ്സലോണയിൽ എത്തുന്നത്. റിസർച്ച് എനിക്കൊരു പാഷനാണ് കേട്ടോ. സോ റിസർച്ചിലോട്ട് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് സോമൻ സാറാണ്. സാറാണ് എൻ്റെ മെൻറ്ററും എൻ്റെ റോൾ മോഡലും ഒക്കെ. സോ ടുഡേ ഐ എം ഗോയിങ് ടു ജോയിൻ ആസ് എ സീനിയർ റിസർച്ചർ അറ്റ് ദ റിസർച്ച് സെന്റർ ഓഫ് ബാഴ്സലോണ മെറ്റെക്. ഓഫീസിലെത്തിയ ഞാൻ ആദ്യം ചെയ്യുന്നത് ഇതാണ്. ഇന്നത്തെ ഡൂവബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്ത് വയ്ക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ റിസർച്ച് ആവുമ്പോൾ എല്ലാ ദിവസവും ഒരേപോലെ പ്രൊഡക്ടിവിറ്റി ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഇത് നമുക്കൊരു മോട്ടിവേഷനാണ്, ഒരു സെൽഫ് മോട്ടിവേഷൻ. എൻ്റെ റിസർച്ച് AI ബേസ്ഡ് അസിസ്റ്റീവ് ടൂൾസ് ഫോർ അബ്ഡോമിനൽ ക്യാൻസർ അനാലിസിസ് ആണ്. പിന്നെ ഇതേ ഉച്ചയ്ക്ക് കൊളീഗ്സിൻ്റെ കൂടെ ലഞ്ച് കഴിച്ചു. എഴുതി വെച്ചതിൽ എന്തെല്ലാം ഞാൻ ചെയ്തു എന്ന് ടിക്ക് ചെയ്തു. എഗെയിൻ സെൽഫ് മോട്ടിവേഷൻ കേട്ടോ. പിന്നെ ഒരു കോഫി, ഇത് സ്ഥിരം പതിവാട്ടോ എല്ലാവരുടെയും കൂടെ. ഇന്ന് വേറൊരു കാര്യം കൂടെ ഉണ്ട്. എൻ്റെ TIE അപ്പോയിൻമെൻറ്റാണ്. TIE എന്ന് വെച്ചാൽ നമ്മൾ ബാഴ്സലോണയിൽ വരുന്ന ഇന്റർനാഷണൽ ആൾക്കാർക്ക് കിട്ടുന്ന ഒരു ID കാർഡാണ്. നമ്മുടെ ഇന്ത്യയിലുള്ള വോട്ടേഴ്സ് ID പോലെ. സോ നേരത്തെ അപ്പോയിൻമെന്റ് എടുത്ത് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് വേണം ഫിംഗർ പ്രിന്റ്സ് ഒക്കെ കൊടുക്കാനായിട്ട്. അതെല്ലാം കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട്. എല്ലാം കഴിഞ്ഞ് നല്ല ടയേർഡാണ്. പക്ഷേ ജിമ്മിൽ പോയിട്ട് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ മനസ്സിനൊരു സങ്കടം. റിസർച്ചിനെ കുറിച്ചോ ബാഴ്സലോണയെ കുറിച്ചോ എന്തെങ്കിലും ക്വറീസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നിവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. വീണ്ടും കാണുന്ന